ഹായ് പ്രിയ കൂട്ടുകാരെ, ഷിജസ് ബ്ലോഗ്സിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ജഡായു പാർക്കിലേക്കൊരു യാത്രയാണ്. നോക്കൂ, ഇതാണ് ശ്രീരാമചന്ദ്രദേവൻ്റെ കാൽപാദമാണിത്. അവിടെ പ്രത്യേകമായിട്ട് കെട്ടി അവർ തിരിച്ചു മാറ്റിയിരിക്കുകയാണ്. നോക്കൂ, എത്ര വലിയ കാലുകളാണ് അദ്ദേഹത്തിൻ്റെത്. ഇതൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് തന്നെ ഒരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽപാദം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മുൻജന്മ സുഹൃതമെന്ന് പറയാം. നോക്കൂ, അതൊരു ക്ഷേത്രമാണ്, ശ്രീരാമ ക്ഷേത്രമാണത്. പിന്നീട് ജഡായു. ഈ ജഡായുവിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് പറയട്ടെ. പിന്നെ ഈ ജഡായുവിൻ്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞതിന് ശേഷം ഇവിടെ ആണ് വീണതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ചടയമംഗലത്ത് സീതാദേവിയെ, വനവാസകാലത്ത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ട് പോയ സമയത്ത് ജഡായു കണ്ട് തടയുകയും അങ്ങനെ രാവണനും ജഡായുവുമായിട്ട് അതിഭയങ്കരമായ യുദ്ധം ചെയ്യുകയും ചെയ്തു. രാവണൻ തോറ്റുപോകുമെന്ന് കണ്ട സമയത്ത് രാവണൻ ജഡായുവിൻ്റെ ചിറകുകളെല്ലാം, ഒരു പക്ഷിയുടെ ചിറകുകളല്ലേ അതിൻ്റെ ശക്തി, അപ്പോൾ ആ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. അങ്ങനെ ജഡായു അവിടെ വീഴുകയും പിന്നീട് സീതാദേവിയെ അന്വേഷിച്ച് നടന്ന വാനര സംഘം ഇവിടെ എത്തുകയും ജഡായുവിനെ കണ്ട് ജഡായു വാനര സംഘത്തോട് പറഞ്ഞു, ഇത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വിവരം അറിയിച്ചു. അതിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടത്. പിന്നീട് വാനര സംഘം ഹനുമാനും കൂട്ടുകാരും എല്ലാവരും കൂടി ശ്രീരാമചന്ദ്രദേവൻ്റെ അടുത്തെത്തുകയും വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് സീതാദേവി അന്വേഷിച്ചവർ ലങ്കയിലേക്ക് പോകുന്നതും മറ്റും. ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരുപാട് ഉയരത്തിലാണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് നടന്നു പോകാനും സാധിക്കും. അതിന് പ്രത്യേക സ്റ്റെപ്പുണ്ട്, ആ വഴി നമുക്ക് നടന്ന് കയറാം. നടന്ന് കയറാൻ സാധിക്കാത്തവർക്ക് അവിടെ എയർ ബസ് ഉണ്ട്. അങ്ങനെ നമുക്ക് അതിന് തുച്ഛമായ എന്തോ പൈസ കൊടുത്തിട്ട് നമുക്ക് അവിടെ എത്താം. അങ്ങനെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ രാജീവ് അഞ്ചൽ സാറാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തതും ഒക്കെ അദ്ദേഹമാണ്. പിന്നീട് ഈ ഒരു ജഡായുവിനുള്ളിൽ തിയേറ്റർ, അതുപോലെ ഹോട്ടൽ, അങ്ങനെ പല പല സംരംഭങ്ങൾ അതിനുള്ളിലുണ്ട്. ബിസിനസ് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. എത്ര മനോഹരമാണ്, ആകാശമുട്ടനിക്കുന്ന ജഡായു അല്ലേ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് പോയി കാണണം. ഒരുപാട് വാനര സംഘങ്ങളുമുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുന്നവരൊക്കെ കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കൊടുക്കും. അതേപോലെ തന്നെ അവർക്കിഷ്ടമുള്ള ശർക്കര, അരി, ഇതെല്ലാം നമ്മൾ കൊടുക്കും. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തൊക്കെ കയറും. അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ ശാന്തവും നല്ല തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഞാനൊരിക്കൽ ഇത് പണിത് കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒന്ന് നടന്ന് കയറി അങ്ങനെ വന്ന് കണ്ടിരുന്നു. ഒരുപാട് വാനരന്മാരുണ്ട് കേട്ടോ. നല്ല നല്ല രസമാണ് അവിടെ നിന്ന്. നമ്മുടെ മനസ്സ് ശാന്തമാകും അവിടെ ചെന്ന് അല്പസമയം നമ്മൾ ആ ശ്രീരാമ ക്ഷേത്രത്തിനടുത്ത് നമ്മളിങ്ങനെ ധ്യാനിച്ചിരിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ മതിമറന്നിരുന്നു പോകും. നോക്കൂ, വാനരന്മാരിങ്ങനെ ഇരിക്കുകയാണ്. ആര് എന്ത് കൊടുക്കുന്നു എന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, അത് നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് തിരക്കുകൾ, പിന്നെ ഹോസ്പിറ്റൽ കേസ്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. ഈ മഴയൊക്കെ ഒന്ന് കഴിയുന്നിടം വരെയൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം.
നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ എടുക്കാം. അതുവരെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അത് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. നോക്ക്, നമ്മുടെ കൂടെ വന്ന ആൾ അതിൻ്റെ തലേന്ന് തടയി കൊടുത്തത് നോക്ക്. അദ്ദേഹം അവിടെ വന്നിട്ട് ഇങ്ങനെ അതിന് കപ്പലിൻ്റെയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കാണ്. നടന്നു വരുന്ന വഴിയാണിത്, കണ്ട. നമുക്ക് നടന്ന് കയറി വരാൻ ഉള്ള വഴിയാണത്. ഇതിലൂടെ വന്നിട്ടാണ് നമ്മൾ മുകളിലെത്തിയത്. ഇനി അങ്ങോട്ട് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.